ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റോ അല്ലെ ബ്ലഡ് ടെസ്റ്റോ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്. പിന്നെ ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു ജേർണി ഉണ്ടല്ലോ. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു 40 വീക്സ് അല്ലെങ്കിൽ 280 ഡേയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 280 ഡേയ്സിനുള്ളിൽ ആദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു ഡോക്ടറെ കാണാൻ പോയാൽ നമ്മൾ ആദ്യമേ അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചിട്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് നമ്മൾ 5 വീക്സിലാണ് ചെയ്യുന്നത്. 5 വീക്സ് സ്കാൻ ചെയ്താൽ നമ്മൾ പേഷ്യൻറ്റിന് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് സപ്ലിമെൻറ്റ് കൊടുക്കും. അതിനുശേഷം ആ പേഷ്യൻറ്റിനോട് നമ്മൾ പിന്നെ ഒരു 3 വീക്സൊക്കെ കഴിഞ്ഞിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 3 വീക്സിന് വരാൻ പറയും. അപ്പോൾ 8 വീക്സിൽ വരുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കും. അതിനും ബേബി ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ 12 വീക്സിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് സ്കാൻ ചെയ്യും. ND സ്കാൻ ഒരു സ്കാൻ ഉണ്ട്. അപ്പോൾ ആ സ്കാനിൽ കൂടെ നമുക്ക് ജനറ്റിക് ഡിസോർഡറുടെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യും. ലൈക്ക് ഡബിൾ മാർക്ക് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഒരു ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ പേഷ്യൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ലൈക്ക് ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ സീറോളജി, HIV, HbSAg, അങ്ങനെയുള്ള തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, TSH അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യും. ഈ 12 ആഴ്ചയിലെ സ്കാനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചെക്കപ്പ് 4-ാം മാസം 16 വീക്സ്. അപ്പോൾ 4-ാം മാസത്തിൽ നമ്മൾ മെയിനായിട്ട് ചെക്കപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യൂട്രസ് വയറ്റിലോട്ട് വളർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബേബിയുടെ ഹാർട്ടിൻ്റെ മോഷൻ നമ്മൾ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നമ്മൾ ഡോപ്ലർ എന്ന് വെച്ചാൽ ഉപകരണം വെച്ച് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നു. പിന്നെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് പ്രഷർ, ഇത്ര കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ അയണും കാൽഷ്യം സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ 5th മന്തിലാണ് നമ്മൾ ബേബിയുടെ ഡീറ്റെയിലുള്ള അനോമലി സ്കാൻ, വിശദമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയുന്നത് 5-ാം മാസത്തിൽ സ്കാൻ ചെയ്യും. 5-ാം മാസത്തിൽ സ്കാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ജേർണി നമ്മൾ 6-ാം മാസത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ 6-ാം മാസത്തിൽ നമ്മൾ ഒരു 2 ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ഹീമോഗ്ലോബിൻ ടെസ്റ്റും, നമ്മൾ ആദ്യം ചെയ്ത ഹീമോഗ്ലോബിനിൽ ഡ്രോപ്പ് പോലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ടെസ്റ്റും ചെയ്യും. പിന്നെ ഗ്ലൂക്കോസ് വെച്ചുള്ള ഷുഗർ ടെസ്റ്റും ചെയ്യും. അതിന് നമ്മൾ GTT എന്ന് പറയുന്നത്. പിന്നെ 7-ലൊക്കെ നമ്മൾ ചെക്കപ്പേ ഉള്ളൂ. പിന്നെ 8-ലും നമ്മൾ ചെക്കപ്പാണ്. പിന്നെ ഒരു 8-ാം മാസത്തിനും 9-ാം മാസത്തിനും ഇടയ്ക്ക്, അതായത് 32-നും 36 ആഴ്ചയ്ക്കിടയ്ക്ക് ഒരു സ്കാൻ നമ്മൾ ചെയ്യും. അത് നമ്മൾ ഗ്രോത്ത് സ്കാൻ എന്ന് ചെയ്യുമ്പോൾ ഗ്രോത്ത് സ്കാനിക്കിടയ്ക്ക് നമ്മൾ ബേബിയുടെ വെയിറ്റ്, പ്ലാസൻ്റയുടെ പൊസിഷൻ, അതായത് ഹെഡ് തന്നെയാണോ താഴെ വന്നിരിക്കുന്നത്, അതോ ബേബിയുടെ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഫ്ലൂയിഡിൻ്റെ അളവ്, പിന്നെ ബ്ലഡ് ഫ്ലോ, ഡോപ്ലർ സ്റ്റഡി, അതൊക്കെ നമ്മൾ ഈ 8-നും 9 മാസത്തിനിടയ്ക്ക് സ്കാനിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ 36 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പേഷ്യൻ്റെ ഡെലിവറി 40 വീക്സ് അതുവരെ നമ്മൾ വീക്കിലി ആയിരിക്കും പേഷ്യൻ്റെ ചെക്കപ്പിന് വിളിക്കുന്നത്. പിന്നെ 36 ആഴ്ച നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ഹീമോഗ്ലോബിനും പ്ലേറ്റ് കൗണ്ടും പിന്നെ ഈ മറ്റേ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെയൊക്കെ PT INR നമ്മൾ സാധാരണ നോക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ മാസം ചെക്കപ്പിന് വരുമ്പോഴത്തേക്കും റെലവൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെക്കപ്പിന് വരുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ HB ടെസ്റ്റ് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ സ്കാൻ ഇല്ലാതെ നമുക്ക് വയറിൻ്റെ സൈസൊക്കെ കുറവാണ്, ബേബിക്ക് ഒരു ഗ്രോത്ത് കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്നതായിരിക്കും.